നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. വലിയ പ്രതിഷേധമാണ് വയനാട്ടിൽ നടക്കുന്നത്. വയനാട്ടിൽ വനം വകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. ഈ ഹർത്താലിൽ പലയിടങ്ങളിലും ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയും ആന കുത്തി ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. വനം വകുപ്പ് വാച്ചറാണ് കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളിയിൽ വലിയ പ്രതിഷേധമാണ് രാവിലെ മുതൽ തന്നെ നാട്ടുകാർ നടത്തുന്നത്. അതേസമയത്ത് തന്നെ കടുവയുടെ ആക്രമണവും ഉണ്ടാകുന്നു. ഇങ്ങനെ വന്യജീവി ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയ വയനാട്ടിൽ ജനങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അവർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഒന്നും ചെയ്യുവാൻ സർക്കാരിന് കഴിയുന്നില്ല. പതിവ് രീതിയിൽ യോഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. ഇന്നും അത്തരമൊരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്, ചൊവ്വാഴ്ച ഉന്നതതല യോഗം വിളിക്കാൻ. പക്ഷേ അങ്ങനെ ഒരു യോഗത്തിന്റെ ആവശ്യമില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നത്തെ ഒരു വിധിയുടെ പകർപ്പിനായി കാത്തിരിക്കുകയാണ് കേരളം. വീണ വിജയനെതിരെ ഇന്നലെ കർണാടക ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. SFIയുടെ അന്വേഷണം തുടരാനായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിന്റെ വിധി പകർപ്പാണ് ഏത് സമയത്തും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ആ വിധി പകർപ്പിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നത് ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്. ഒട്ടേറെ വാർത്തകളുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വനം വകുപ്പിന്റെ മരണം പ്രഖ്യാപിച്ച് വയനാട്ടിലെ ജനങ്ങൾ. ആന കുത്തിക്കൊന്ന പോളിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളിയിൽ പ്രതിഷേധം. വനം വകുപ്പ് ജീപ്പിന് റീത്തുവെച്ചു. കടുവ കൊന്ന കന്നുകാലിയുടെ ജഡം ജീപ്പിൽ കെട്ടിവെച്ചു. ഉന്നതതല യോഗം എന്ന പതിവ് തീരുമാനവുമായി സർക്കാർ. ചർച്ചയല്ല, പരിഹാരമാണ് വേണ്ടതെന്ന് നാട്ടുകാർ. വീണ വിജയനെതിരായ ഉത്തരവിൽ എന്തൊക്കെയുണ്ടാവും? SFIO അന്വേഷണം തുടരാനുള്ള വിധിയുടെ പകർപ്പ് അല്പസമയത്തിനകം. ചോദ്യം ചെയ്യലിലും അറസ്റ്റിലും നിർദ്ദേശങ്ങൾ ഉണ്ടാകുമോ? ആലത്തൂർ തിരിച്ചുപിടിക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണനെ നിയോഗിക്കുമോ? സ്ഥാനാർത്ഥി പട്ടികയിൽ മന്ത്രിക്ക് ആദ്യ പരിഗണന. വി ജോയ്, MV ജയരാജൻ എന്നിവരും പട്ടികയിൽ. തോമസ് ഐസക് പത്തനംതിട്ടയിൽ. എറണാകുളത്തിനായി പൊതുസമ്മതനെ തേടുന്നു. കോട്ടയത്ത് കേരള കോൺഗ്രസുകളുടെ പോരാട്ടം തുടങ്ങി. തോമസ് ചാഴികാടനെതിരെ ഫ്രാൻസിസ് ജോർജിനെ പ്രഖ്യാപിച്ച് PJ ജോസഫ്. പ്രചാരണ ഗാനം പുറത്തിറക്കി. ഫ്രാൻസിസ് വോട്ട് പിടിച്ചു തുടങ്ങി. കേരള സർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷയായത് ശരിയോ? മന്ത്രി ഇല്ലാത്ത അധികാരം സെനറ്റിൽ ഉപയോഗിച്ചെന്ന് ഗവർണർ. ഗവർണറെ AKG സെന്ററിന് മുന്നിൽ കരിങ്കൊടി കാണിച്ച് SFI. തുടക്കത്തിൽ പറഞ്ഞതുപോലെ വയനാട്ടിൽ ശക്തമായ പ്രതിഷേധമാണ്. UDFന്റെയും LDFന്റെയും BJPയുടെയും ഹർത്താൽ നടക്കുന്നുണ്ട് വയനാട്ടിൽ. ഈ ഹർത്താലിനിടെയാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. പുൽപ്പള്ളിയിലാണ് ഏറ്റവും വലിയ പ്രതിഷേധം കാണാനായത് രാവിലെ മുതൽ. ആന കുത്തിക്കൊന്ന പോളിന്റെ മൃതദേഹവുമായാണ് പുൽപ്പള്ളിയിൽ ജനങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതേസമയത്ത് തന്നെ കടുവയുടെ ആക്രമണത്തിൽ ചത്ത കന്നുകാലിയുടെ ജഡവും വനം വകുപ്പിന്റെ ജീപ്പിൽ കെട്ടിവെച്ച് പ്രതിഷേധിക്കുകയുണ്ടായി ജനങ്ങൾ. പുൽപ്പള്ളിയിൽ വലിയ പ്രതിഷേധമാണ് കണ്ടത്. അതേപോലെ തന്നെയാണ് വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതികരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആനയും കടുവയും കാട്ടുപോത്തുമൊക്കെ ഭീതി പരത്തിയിട്ടും ഒരു പ്രവർത്തനവും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് ജനങ്ങൾ ഈ ഹർത്താലിലൂടെ വ്യക്തമാക്കുന്നത്. ഒന്നും ചെയ്യാതെ വനം വകുപ്പ് നിൽക്കുകയാണ്. വനമന്ത്രി വയനാട്ടിലേക്ക് വരുന്നില്ല. പതിവ് യോഗത്തിനാണ് അതേസമയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് സർക്കാർ. ചൊവ്വാഴ്ചയാണ് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. യോഗമല്ല, പരിഹാരമാണ് വേണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു. വനമന്ത്രി വയനാട്ടിൽ പോകും. വനമന്ത്രി വയനാട്ടിലേക്ക് വരുന്നില്ല എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. രാവിലെ കൽപ്പറ്റ MLA T സിദ്ദിഖ് ഇക്കാര്യം പറഞ്ഞിരുന്നു. പതിവ് യോഗം അതിനുശേഷമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണാം. വനംവകുപ്പിന്റെ ജീപ്പാണ്. വനംവകുപ്പിന്റെ ജീപ്പിന് മുകളിൽ കയറി നിന്ന് പോലും പ്രതിഷേധം ഉണ്ടായി. പോളിന്റെ മൃതദേഹവുമായി ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അതേപോലെ തന്നെയാണ് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി പോളിന്റെ കുടുംബത്തിന് വേണം എന്ന ആവശ്യം ഉയർന്നത്. അതേപോലെ തന്നെ കുടുംബത്തിലെ ഒരംഗത്തിന് ജോലി വേണം, അവരുടെ കടങ്ങൾ എഴുതിത്തള്ളണം തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെന്ന് അല്പസമയം മുമ്പ് IC ബാലകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി പോളിന്റെ കുടുംബത്തിന് നൽകുവാനുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. കുടുംബത്തിലെ ഒരംഗത്തിന് ജോലി നൽകാമെന്നും
നിർദ്ദേശം ഉയർന്നതായി MLA അറിയിച്ചിട്ടുണ്ട്. MLA-മാരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വനം വകുപ്പിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പോലീസിന് പ്രതിഷേധം തടയുവാനും അവിടെ കഴിയുന്നില്ല. അത്രമാത്രം ജനങ്ങൾ പൊറുതിമുട്ടിയതോടുകൂടിയാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. വയനാട്ടിൽ തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങളിൽ നാട്ടുകാർ മരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച് നാട്ടുകാർ സ്വയം രംഗത്തിറങ്ങിയിരിക്കുന്നത്. പോലീസ് അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്, അക്രമം കൈവിട്ടു പോകാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വനം വകുപ്പിനെതിരെയാണ് പ്രതിഷേധം. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കഴിഞ്ഞ ദിവസം കണ്ട പ്രതിഷേധമല്ല, ഇന്ന് ഈ ഹർത്താലിനിടെ അതിശക്തമായ പ്രതിഷേധമാണല്ലോ കാണുന്നത് വയനാട്ടിൽ, പ്രത്യേകിച്ച് പുൽപ്പള്ളിയിൽ. നാട്ടുകാർ ഏറ്റവും ഒടുവിൽ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു, 50 ലക്ഷം രൂപ വേണം നഷ്ടപരിഹാരമായി പോളിന്റെ കുടുംബത്തിനെന്ന്. ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? കൈവിട്ടു പോകുമെന്നുള്ള ഒരു തോന്നൽ പോലീസിനുണ്ടോ? തീർച്ചയായും അങ്ങേയറ്റം വയനാട് ഇതുവരെ കാണാത്ത, അല്ലെങ്കിൽ കേരളത്തിൽ പോലും പരിചിതമല്ലാത്ത രീതിയിലുള്ള ഒരു കർഷക പ്രതിഷേധത്തിനാണ് ഇപ്പോൾ വയനാട് സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ അജീഷ് മരിച്ചപ്പോൾ തന്നെ ഈ നാട്ടുകാർ ഒന്നായി സംഘടിച്ചെത്തി മൃതദേഹം ഏറെ നേരം കൊണ്ടുപോകാൻ അനുവദിക്കാതിരിക്കുകയും സബ് കളക്ടർ അടക്കം തടഞ്ഞു വയ്ക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നിരവധി ഉറപ്പുകൾ സർക്കാർ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ പ്രതിഷേധം അവസാനിക്കുകയും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. എന്നാൽ ഇന്ന് എല്ലാ സീമുകളും ലംഘിച്ചിപ്പോൾ കർഷക പ്രതിഷേധം നീങ്ങുകയാണ്. അതിൽ വനംവകുപ്പിൻ്റെ വാഹനം തടഞ്ഞിടുകയും അതിൻ്റെ റൂഫ് വലിച്ചീറുകയും കാറ്റ് അഴിച്ചുവിടുകയും പിന്നീട് ചത്ത പശുവിനെ ഈ ജീപ്പിൻ്റെ മുന്നിൽ കൊണ്ടിടുകയും ചെയ്യുന്ന അടക്കമുള്ള രീതിയിലേക്ക് ഒരു തരത്തിലും നടക്കാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് വയനാട് കടന്നിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. തങ്ങൾക്ക് ഈ വന്യമൃഗങ്ങളെക്കാൾ വലുതല്ല, അല്ലെങ്കിൽ അത്രയും പേടി പോലീസിനോടോ മറ്റോ സർക്കാർ ഏജൻസികളോടോ വേണ്ടതില്ല എന്ന നിലപാട് പറഞ്ഞുകൊണ്ടാണ് അവർ എല്ലാ സീമകളും ലംഘിച്ചിപ്പോൾ സമരത്തിലേക്ക് നീങ്ങുന്നത്. എന്തായാലും ഈ പ്രശ്നം അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ വല്ലാത്ത ഒരു ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സമരത്തെ നേരിടുന്ന, അല്ലെങ്കിൽ യുവജന സംഘടനകളുടെ സമരത്തെ നേരിടുന്ന ഒരു തരത്തിലേക്ക് പോലീസിനൊക്കെ പോകാനും കഴിയാത്തൊരു സാഹചര്യത്തിൽ ഒരു തരത്തിലുമുള്ള അയവിന് ഒരുങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും കർഷകർ വ്യക്തമാക്കുന്നത്. വലിയ പ്രതിഷേധം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുന്നെങ്കിൽ പോലും ഈ ചർച്ചകൾക്ക് വഴങ്ങാതെ പ്രതിഷേധക്കാർ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വയനാട്ടിലെ വന്യജീവി ആക്രമണ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനായി ഉന്നതതല യോഗം വിളിച്ചു ചേർക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു. 20-ന് യോഗം ചേരുമെന്നൊക്കെ അറിയിച്ചിരുന്നു. മന്ത്രിമാർ വയനാട്ടിൽ നേരിട്ടെത്തുമെന്നൊക്കെ പറഞ്ഞിട്ടും യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. കാരണം അജീഷിൻ്റെ മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധം അലയടിച്ചിരുന്നു. അതിനുശേഷം കാര്യങ്ങൾ ശരിയാക്കാം, അല്ലെങ്കിൽ ഇനിയൊരു ആൾ വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെടില്ല എന്നൊക്കെ സർക്കാർ ഏജൻസികൾ അവകാശപ്പെടുമ്പോഴും വീണ്ടും ഈ ആക്രമണങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെടുന്നു. അജീഷിൻ്റെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് ഒരു വീട്ടമ്മ തലനാരിഴയ്ക്ക് കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അതിനുശേഷം ജില്ലയുടെ 1-2 ഇടങ്ങളിൽ വീണ്ടും ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ വരുന്നു. ഒടുവിൽ ഒരു പശുവിനെ കൊല്ലുന്നു. തുടർന്ന് അതിന് തൊട്ടു മുമ്പ് പോളിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. എന്തായാലും അങ്ങേയറ്റം അരക്ഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് വയനാട്ടിലെ ജനങ്ങളുടെ ജീവിതം തള്ളിവിടപ്പെട്ട ഒരു സാഹചര്യം ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്കില്ല എന്നാണ് ജനം വ്യക്തമാക്കുന്നത്. ജില്ലയിലെ എല്ലാ ഇടങ്ങളിലും ജനം പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. മഞ്ജു, ഇപ്പോൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണല്ലോ അവിടെ. ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ്. പോലീസിന് കൂടുതൽ ഇടപെടേണ്ടി വന്നിരിക്കുന്നു. ലാത്തി ചാർജ് പോലും ഉണ്ടാവുകയാണല്ലോ. അനീഷ്, വനം മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു. കോഴിക്കോട് വനം മന്ത്രിക്കെതിരെ പ്രശ്നമുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ വയനാട്ടിലെ പല സ്ഥലങ്ങളിലും ഈ സമരം കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ? എവിടെയാണ് പോലീസിന്റെ ലാത്തി ചാർജ് നടന്നത്?
തീർച്ചയായും സമരം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഓരോ ഇടങ്ങളിലും നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ തമ്പടിച്ച് സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളികളുമായി, വനംവകുപ്പിനെതിരെ, വനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി നിരോധിപ്പിച്ചിരിക്കുന്നത്. പോലീസിന് നേരെ പ്രതിഷേധക്കാർ പലയിടങ്ങളിലും കല്ലെറിയുന്നുണ്ട്, കസേരകൾ വലിച്ചെറിയുന്നുണ്ട്, അത്തരത്തിൽ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഒപ്പം MLA-മാരടക്കമുള്ള ജനപ്രതിനിധികൾ ജനങ്ങളെ തണുപ്പിക്കാനായി പല രീതിയിൽ ഇടപെടുന്നു. അവർക്ക് നേരെയും ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള രോഷപ്രകടനം നേരിടേണ്ടി വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ജനക്കൂട്ടം അക്രമാസക്തമായതോടെ മാനന്തവാടിയിൽ ലാത്തി വീശിയിട്ടുണ്ട്. ഒപ്പം നഗരത്തിലാകെ ഹർത്താലാണ്. നമുക്കറിയാം, ഹർത്താലിൻ്റെ പ്രതിഷേധത്തിനിടയിൽ നിരവധി ആളുകളാണ് ഇപ്പോൾ തടിച്ചുകൂടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ജനം ഗോ ബാക്ക് വിളികളുമായാണ് എല്ലായിടത്തും വരുന്നത്. അനീഷ്, ഇപ്പോൾ ജിൻസ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിഷേധം നടക്കുന്ന പുൽപ്പള്ളിയിൽ, ആ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് ജിൻസ് ഉണ്ട്. ജിൻസ്, എന്താണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം? വലിയ രീതിയിൽ പോലീസിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ടോ? ലാത്തി ചാർജ് ഉണ്ടോ അവിടെ? തീർച്ചയായും മഞ്ജുഷ്, ഞങ്ങൾക്കും ജീവിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരക്കാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. 2 മാസത്തിനിടെ 4 മനുഷ്യജീവനുകളാണ് ഈ വന്യമൃഗ ആക്രമണത്തിൽ പൊലിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അല്പം മുൻപാണ് ഈ ചർച്ച അവസാനിച്ചത്. ഈ നഷ്ടപരിഹാര തുക അടക്കമുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു. TCF-ന്റെ നേതൃത്വത്തിലടക്കം ജില്ലാ കലക്ടർ, ജില്ലാ ഭരണകൂടം, അങ്ങനെ മുഴുവൻ ആളുകളും സമരസമിതിയുമായി നടത്തിയ ചർച്ചയായിരുന്നു അല്പസമയം മുൻപ് അവസാനിച്ചത്. ഇതിൽ 50 ലക്ഷം രൂപ നൽകാമെന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതിൽ 10 ലക്ഷം രൂപ ആദ്യം നൽകുകയും ബാക്കി 40 ലക്ഷം രൂപ ശുപാർശ ചെയ്യും എന്നാണ് അറിയിച്ചത്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി നൽകുന്നതിനും ഈ കൊലയാളി ആയ ഈ ആനയെ നിരീക്ഷിക്കുന്നതിനും ഈ മകളുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലും എല്ലാം തന്നെ തീരുമാനമായിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ്, അജീഷിന്റെ കാര്യത്തിലും ഇത് തന്നെയായിരുന്നു തീരുമാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതേ തീരുമാനങ്ങൾ തന്നെയാണ് നിലവിൽ ഈ പോളിന്റെ കാര്യത്തിലും ഉണ്ടായത്. ബത്തേരി MLA IC ബാലകൃഷ്ണനാണ് ഈ ജനങ്ങളെ ഇക്കാര്യം അറിയിച്ചത്. അത് മുതൽ തന്നെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലായിരുന്നു. ഒരു വിഭാഗം ജനങ്ങൾ ഈ തീരുമാനത്തോട് യോജിച്ചെങ്കിലും മറ്റൊരു വിഭാഗം ഇതിനെ എതിർക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഞങ്ങൾക്കും ജീവിക്കണം, ഈ വന്യമൃഗ ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സ്ഥിതിയിൽ ഞങ്ങൾക്കും ജീവിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ജനങ്ങൾ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഈ പോലീസ് ലാത്തി വീശി 3 തവണയാണ് പോലീസ് ലാത്തി വീശിയത്. എവിടെയാണ്? പുൽപ്പള്ളി ടൗണിലാണോ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ ഈ ലാത്തി വീശിയത് എവിടെയാണ്? പുൽപ്പള്ളിയിലാണോ? പുൽപ്പള്ളി ടൗണിലാണ്. രാവിലെ മുതൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ആളുകളെല്ലാം തന്നെ സംഘർഷാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഈ ജനങ്ങളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. അവർക്കെതിരെയും ഇത്തരത്തിൽ പ്രതിഷേധക്കാർ ആഞ്ഞടിക്കുന്ന സമീപനമാണ് ഉണ്ടായത്. കൽപ്പറ്റ MLA T സിദ്ദിഖും അതുപോലെ തന്നെ ബത്തേരി MLA IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്. ഇവർക്കെതിരെയാണ് പ്രതിഷേധക്കാർ വീണ്ടും ഒരു സമരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഈ പോലീസ് ലാത്തി വീശുകയുണ്ടായത്. 3 തവണ ലാത്തി വീശിയ സമയത്ത് നാട്ടുകാർക്ക് പലർക്കും വലിയ രീതിയിലുള്ള പരുക്കും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടുതൽ പോലീസിനെ വിന്യസിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നം സമാധാനപരമായി നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. പ്രതിഷേധിക്കുന്നവരുടെ ഒരു പ്രധാന ആവശ്യം ആന കുത്തിക്കൊന്ന പോളിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം വേണം, അത് 50 ലക്ഷം രൂപ വേണം എന്നുള്ളതായിരുന്നല്ലോ. അതോടൊപ്പം കുടുംബത്തിലെ ഒരു അംഗത്തിന് ജോലി വേണമെന്നുണ്ടായിരുന്നു, പിന്നെ അവരുടെ കടങ്ങൾ എഴുതിത്തള്ളണം എന്നും ഉണ്ടായിരുന്നു. ഇത് അംഗീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ടല്ലോ, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ ഈ ഒരു തീരുമാനമായിട്ടുണ്ടെന്ന്. അത് ഈ നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അവർ അപ്പോൾ അതുകൊണ്ട് സമരത്തിൽ നിന്ന് അല്പം പിന്മാറാൻ അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും ഈ അല്പസമയം മുൻപായിരുന്നു ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായത്. അതിലായിരുന്നു ഈ 50 ലക്ഷം രൂപ നൽകും, അതിൽ 10 ലക്ഷം രൂപ ആദ്യം നൽകും, 40 ലക്ഷം രൂപ ശുപാർശ നൽകും, ഭാര്യയ്ക്ക് സ്ഥിരം ജോലി നൽകും, അതുപോലെ തന്നെ മകളുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനമായത്. അത് ഈ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ബത്തേരി MLA IC ബാലകൃഷ്ണനായിരുന്നു ഇക്കാര്യം ജനങ്ങളെ അറിയിച്ചത്. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഈ തീരുമാനത്തെ അനുകൂലിച്ചെങ്കിലും മറ്റൊരു വിഭാഗം എതിർക്കുകയായിരുന്നു. ഇതിന് കൃത്യമായിട്ടുള്ള
ഒരു ശാശ്വത പരിഹാരം കാണണം, ഞങ്ങൾക്ക് ജീവിക്കണം, ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അടിയന്തരമായിട്ടുള്ള ഇടപെടലാണ് വേണ്ടത്. ഈ പ്രഖ്യാപനം മാത്രമല്ല എന്നുള്ള കാര്യം ആവശ്യമുണ്ടായിരുന്നു വീണ്ടും ഇത്തരം സമരക്കാർ വന്നത്. എന്തായാലും രാവിലെ 9:45 ഈ പോളിന്റെ മൃതദേഹം പുൽപ്പള്ളിയിൽ എത്തിച്ചത്. അതുമുതൽ സമരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പുൽപ്പള്ളി ടൗണിൽ ആദ്യം പ്രതിഷേധ പ്രകടനവും പൊതുയോഗങ്ങളെല്ലാം തന്നെ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെയായിരുന്നു മറുഭാഗത്ത് ഇതിനു വേണ്ടിയുള്ള ചർച്ചയും തീരുമാനമായത്. സർവകക്ഷിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ചർച്ചകൾ പുരോഗമിച്ചത്. ചർച്ച അവസാനിച്ചിട്ടും ഈ തീരുമാനം ഉണ്ടായിട്ടും വീണ്ടും ജനങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാര്യമായിരുന്നു. ജനങ്ങൾ നേരത്തെ മുതലേ സംഘർഷാവസ്ഥ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. നേരത്തെ വനംവകുപ്പിന്റെ വാഹനത്തിന് നേരെ തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പിന്നീട് ജനപ്രതിനിധികളും അതുപോലെ തന്നെ പോലീസും ഏറെ പണിപ്പെട്ടാണ് ഈ ജനങ്ങളെ അനുനയിപ്പിച്ചത്. എന്നിട്ടും സമരം തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഈ സാഹചര്യം എല്ലാം കഴിഞ്ഞപ്പോഴും ഈ തീരുമാനം ഉണ്ടായെങ്കിലും ഈ പോളിന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമായിരുന്നു ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. അതിനുശേഷവും ഈ മൃതദേഹം വീണ്ടും തടഞ്ഞു വെച്ചുകൊണ്ട് സമരം ആരംഭിക്കാനുള്ള ഒരു നീക്കത്തെ ചെറുക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ലാത്തി വീശിയത്. എന്തായാലും നിലവിൽ ആളുകളെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഈ മൃതദേഹം എത്രയും പെട്ടെന്ന് പോളിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇന്ന് 3 മണിക്ക് ശേഷം ഈ മൃതദേഹം പുൽപ്പള്ളി സുറിയാനി പള്ളിയിൽ സംസ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. എന്തായാലും അല്പസമയം കഴിഞ്ഞ് വീണ്ടും വിളിക്കാം, കൂടുതൽ ദൃശ്യങ്ങളും കിട്ടും. ചില പ്രതികരണങ്ങളിലേക്ക് പോവുകയാണ്. വനം മന്ത്രി AK ശശീന്ദ്രന് ഇതുവരെ വയനാട്ടിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല, വനം മന്ത്രി വരുന്നില്ല എന്നുള്ള ഒരു ആരോപണം ടി സിദ്ദിഖ് MLA ഉന്നയിച്ചിട്ടുണ്ട്. സിദ്ദിഖിന്റെ വാക്കുകൾ കേൾക്കാം. വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് ബഹുമാന്യനായ വനം മന്ത്രി. ഇതുവരെ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അജീഷിന്റെ വീട്ടിലേക്ക് ഒരു മന്ത്രി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പോളിന്റെ വീട്ടിലേക്ക് വരുമോ എന്നുള്ളതറിയില്ല. കാലത്ത് സംഭവിച്ച അപകടം വൈകുന്നേരമാകുമ്പോൾ പോള് മരണത്തിന് കീഴടങ്ങുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടതായിരിക്കുന്ന മണിക്കൂറുകൾ, അത് ക്രിറ്റിക്കൽ ഹവേഴ്സാണ്, ക്രിറ്റിക്കൽ മിനിറ്റാണ്. ആ മിനിറ്റ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്യുകയല്ലാതെ അവിടെ ട്രീറ്റ്മെന്റ് എന്നുള്ളത് അവിടെ നടക്കുന്ന സാഹചര്യമല്ല ഉള്ളത്. ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി വയനാടിന്റെ ജനതയെ കരുതി ഈ വനം മന്ത്രിയെ ദയവ് ചെയ്ത് പുറത്താക്കാൻ നേതൃത്വം കൊടുക്കണം. വയനാടിന്റെ ചുമതലയുമായി മുന്നോട്ടു പോകാൻ അദ്ദേഹത്തെ ഒരു രീതിയിലും ഇനി അനുവദിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം വയനാട്ടിൽ നേരിട്ട് വന്ന് ജനത്തിന്റെ ഭയവും ജനത്തിന്റെ പ്രയാസവും നേരിട്ട് മനസ്സിലാക്കാനും അതിനുള്ള പരിഹാര നടപടികൾക്കും നേതൃത്വം കൊടുക്കണം. ന്യായമായ ആവശ്യമാണ് ഇപ്പോൾ കൽപ്പറ്റ MLA ടി സിദ്ദിഖ് ഉന്നയിക്കുന്നത്. വനം മന്ത്രിക്കാണ് വയനാടിന്റെ ചുമതല, പക്ഷേ വയനാടിന്റെ ചുമതലയുള്ള വനം മന്ത്രിക്ക് വയനാട്ടിലേക്ക് വരാൻ പോലും കഴിയുന്നില്ല. വനം മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധമാണ് കാണുന്നത്. കോഴിക്കോടാണ് വനം മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം നടക്കുന്നത്. വയനാട്ടിലേക്ക് വനമന്ത്രി വന്നിട്ടില്ല. അതേസമയം വനമന്ത്രി AK ശശീന്ദ്രന്റെ വാക്കുകൾ, കഴിഞ്ഞ ദിവസവും അദ്ദേഹം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു എന്നുള്ള പ്രതികരണമാണ് നടത്തിയത്. പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല എന്നാണ് വനമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. ഇന്ന് വനമന്ത്രി AK ശശീന്ദ്രന്റെ വാക്കുകൾ കേൾക്കാം. അദ്ദേഹം രാജിവെക്കണം എന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. കഴിഞ്ഞ 7 ദിവസമായി ബേലൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന കാട്ടാനയെ പിടികൂടുന്നതിന് വേണ്ടി അസാന്ത പ്രയത്നത്തിലാണ് വനംവകുപ്പ് ആകെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2-3 ദിവസത്തിനകം ഈ ഉന്നതതല മന്ത്രിതല സംഘം തന്നെ വയനാട്ടിൽ പോയി പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കും. ഈ പ്രാഥമികമായി ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് അത്തരം വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ്. പിന്നെ അങ്ങനെ ഒരു ആശയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിലെന്തെങ്കിലും കഴമുണ്ടോ എന്ന് അന്വേഷിക്കാൻ സർക്കാരിന് യാതൊരു വൈമുഖ്യവുമില്ല. ആന കുത്തിക്കൊന്ന പോളിന് ആദ്യം ചികിത്സ കിട്ടിയില്ല എന്നുള്ള ആരോപണം രാഷ്ട്രീയമായുള്ള ആരോപണം എന്നാണ് വനമന്ത്രി AK ശശീന്ദ്രൻ പറയുന്നത്. പക്ഷേ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നു തുടക്കത്തിൽ ചികിത്സ കിട്ടിയില്ല, മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ചികിത്സ കിട്ടിയില്ല. ഇക്കാര്യം പറഞ്ഞിരുന്നതാണ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ. പക്ഷേ മന്ത്രി പറയുന്നത് രാഷ്ട്രീയമായ ആരോപണമാണ്, അതേക്കുറിച്ച് അന്വേഷിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ്. ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. വയനാട് മാനന്തവാടി ആശുപത്രിയിൽ സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും നൽകിയിരുന്നു. ഓരോ ഘട്ടത്തിലും, അതായത് BP ബോർഡർ ലൈനിലാണ്, സാച്ചുറേഷൻ ഫോൾ 64 എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരുന്നത്. ഈ സംഭവമുണ്ടായി ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ
ഈ സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണല്ലോ, വളരെ വിഷമകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ സാധ്യമായിട്ടുള്ളതെല്ലാം അവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത് ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അതിൽ എങ്ങനെ എന്തൊക്കെ ചെയ്യണം, ഒരു ടീം അവിടേക്ക് പോകുന്നതാണോ എളുപ്പം, അതല്ല എന്താണ് ചെയ്യേണ്ടത്, സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡോക്ടേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഈ റിപ്പോർട്ടുകൾ എന്തായാലും വരട്ടെ, അത് വിശദമായി പരിശോധിക്കും. പോളിന് ആവശ്യമായ ചികിത്സ നൽകിയിരുന്നു എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. വനമന്ത്രി എ കെ ശശീന്ദ്രനും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. പോളിന്റെ മൃതദേഹവുമായി ഇപ്പോഴും പുൽപ്പള്ളി ടൗണിൽ പ്രതിഷേധമുണ്ട്. പോളിന്റെ കുടുംബത്തിന് നാട്ടുകാരും വീട്ടുകാരും ആവശ്യപ്പെട്ട പോലെയുള്ള നഷ്ടപരിഹാരം നൽകാമെന്ന് ജില്ലാതലത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കുടുംബത്തിന് ആവശ്യമായ മറ്റ് സഹായങ്ങളും നൽകാമെന്നും തീരുമാനമായിട്ടുണ്ട്. പക്ഷേ മന്ത്രിതലത്തിൽ ഒരു തീരുമാനം ഇതിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട്. 3 മണിയോടെ പോളിന്റെ മൃതദേഹം സംസ്കരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം വയനാട്ടിൽ പല ഭാഗങ്ങളിലുമുണ്ട്. ജനങ്ങൾ തെരുവിലാണ്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിന് യോഗങ്ങൾ ചേരുന്നതല്ലാതെ മറ്റൊരു പരിഹാര നിർദ്ദേശവും ഇല്ല. വനമന്ത്രി എ കെ ശശീന്ദ്രൻ വയനാട്ടിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹം വരണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. വനമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പോകുന്ന വഴികളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ന് പ്രതിഷേധങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പകൽ വാർത്ത അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. എക്സാലോജിക് കമ്പനിക്കെതിരായി ഇന്നലെ കർണാടക ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എക്സാലോജിക് കൊടുത്ത ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു. അതുകൊണ്ട് SFIOയുടെ അന്വേഷണം തുടരാൻ ഒരു തടസ്സവും ഇപ്പോഴില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിധിപ്പകർപ്പ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ വിധിപ്പകർപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അന്വേഷണത്തെക്കുറിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടാകുമോ, ചോദ്യം ചെയ്യൽ, അറസ്റ്റ് ഇവയ്ക്കുള്ള എന്തെങ്കിലും വ്യവസ്ഥകളോ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും കൗതുകമുണ്ട്. SFIO അന്വേഷണം എന്തായാലും തുടരുകയാണ്. വീണ വിജയന് നിർണായകമാണ്. ആ വിധി പകർപ്പിൽ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്യുമെന്നായിരുന്നു ഇന്നലെ വിധി പറഞ്ഞ സമയത്ത് കർണാടക ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അശ്വിനി ചേരുകയാണ്. അശ്വിനി, എന്തായാലും ഇന്ന് വിധിയുടെ പകർപ്പ് പുറത്തു വരും എന്ന് തന്നെയല്ലേ ഇപ്പോൾ കരുതാനാവുക? മഞ്ജുഷ്, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം രാവിലെ 10:00 ഇത് അപ്ലോഡ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെയും ഇത് കർണാടക ഹൈക്കോടതിയുടെ വെബ്സൈറ്റിനകത്ത് പോർട്ടലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ന് തന്നെ ഇത് ഉണ്ടായേക്കാം. കാരണം ഇന്നലെ വിധി പ്രസ്താവിച്ച ഒരു കേസാണിത്. അപ്പം ഇതിൽ കൂടുതൽ കാലതാമസം വരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് നമുക്ക് കരുതേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, വിധിയിലെ ഉള്ളടക്കം എന്താണ്, നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ തന്നെ വിധിയിലെ ഉള്ളടക്കം എന്താണ് എന്നതിലാണ് കൗതുകമേറെയും. കാരണം വിധി ഇന്നലെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ വീണ വിജയന് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക്, അതായത് SFIO അന്വേഷണം റദ്ദാക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തിനപ്പുറത്തേക്ക് അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നതിൽ തന്നെയാണ് എല്ലാവരുടെയും ആകാംക്ഷ. ഇന്നലെ മാത്യു കുഴൽനാടനും, അതായത് ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ മാത്യു കുഴൽനാടനും പറഞ്ഞത് ഈ കാര്യമാണ്. അതായത് വിധിയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അറസ്റ്റ്, അതുപോലെ തന്നെയുള്ള കൂടുതൽ അന്വേഷണം, ചോദ്യം ചെയ്യലിന് ഹാജരാകൽ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അതോ ഇതിൽ നിന്ന് പരിരക്ഷ വീണ വിജയന് ഉണ്ടോ എന്നുള്ളതും ഇതിൽ കൗതുകകരമായിരിക്കുന്നുണ്ട്. മഞ്ജുഷ്, മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാരണം ഇത്തരത്തിൽ പുതിയൊരു ആരോപണം മാത്യു കുഴൽനാടൻ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ SFIOയുടെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് ഇതെല്ലാം വരികയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അടക്കം എത്തുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. മഞ്ജുഷ്, ശരി, അത് പ്രധാനപ്പെട്ട കാര്യമാണ് അശ്വിനി. മാത്യു കുഴൽനാടൻ MLA ഇന്ന് പുതിയ ചില കാര്യങ്ങൾ കൂടി പുറത്തുവിട്ടിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ നടന്ന സമയത്ത് തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നുള്ള കരിമണൽ നീക്കം ചെയ്തതിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അതിലൊരു നല്ലൊരു പങ്കും ഇൽമനേറ്റിന്റെ രൂപത്തിൽ CMRലിന് കിട്ടിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായിരുന്നു കരിമണൽ നീക്കം ചെയ്യുന്നതിനുള്ള അവകാശം, KMMLനും IRAയ്ക്കും. പക്ഷേ ഇതിൻ്റെ മറവിൽ ഇൽമനൈറ്റ് CMRലിന് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടി എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം വേണമെന്നും ഇന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയത്ത് തന്നെയാണ് CMRലിൻ്റെ അപേക്ഷകൾ മുഖ്യമന്ത്രി പരിഗണിച്ചുകൊണ്ടിരുന്നത്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്നാണ് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞിരിക്കുന്നത്. അതേസമയത്ത് തന്നെയാണ് MA ബേബിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഓർക്കേണ്ടതുണ്ട്, MA ബേബി
കരിമണൽ ഖനനത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ മുൻപന്തിയിലുണ്ടായിരുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL പണം നൽകിയത് സേവനത്തിനാണ്. അത് അന്വേഷണവുമായി എക്സാലോജിക്കും CMRLും സഹകരിക്കുന്നുമുണ്ട്. അതേസമയത്ത് തന്നെ കരിമണൽ ഖനനത്തിൽ CPMന്റെ നയത്തിൽ മാറ്റമില്ല എന്ന് MA ബേബി പറയുന്നു. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കരിമണൽ നീക്കുക മാത്രമാണ് ചെയ്തതെന്ന് MA ബേബി പറഞ്ഞു. അല്ലാതെ അവിടെ ക്രമക്കേട് നടന്നിട്ടില്ല എന്നാണ് MA ബേബി പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ഒരു പങ്കുമില്ല. അത് നിങ്ങളിങ്ങനെ മൂക്കിൽ തൊടാൻ വേണ്ടി വളഞ്ഞു വരുന്നതാണ്. എറണാകുളത്തുള്ളൊരു കമ്പനി വീണയ്ക്ക് ഒരു എക്സാലോജിക് എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള സ്ഥാപനവുമായി അവരുടെ ചില സേവനം വിട്ടുകിട്ടാൻ വേണ്ടി രേഖാമൂലം എഴുതി വളരെ സുതാര്യമായ പരസ്പര കരാറാണുള്ളത്. ആ കരാറനുസരിച്ച് സേവന ദാതാവായ കമ്പനിക്ക്, വീണയുടെ കമ്പനിക്ക് കൃത്യമായ ഒരു തുക 5 ലക്ഷം രൂപയോ മറ്റോ ഒരു മാസം കൊടുക്കുന്നു. അതെല്ലാം കൂടെ കണക്കാക്കുമ്പോൾ 1,75,00,000 രൂപ ആണ്. അതിനെല്ലാ രേഖകളുമുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതെല്ലാം വ്യക്തവും. അത് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ ഖനനാനുമതി നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ സമരം സംഘടിപ്പിച്ച നേതാവായ MA ബേബി പറയുന്നത് കരിമണൽ ഖനനത്തിൽ ഒരു ക്രമക്കേടും ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാകുന്നില്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിട്ടില്ല എന്നാണ്. അതുമാത്രമല്ല, തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കരിമണൽ നീക്കം ചെയ്യുന്നതിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് MA ബേബി പറയുന്നത്. പക്ഷേ ശക്തമായ ആരോപണമാണ് ഇന്ന് മാത്യു കുഴൽനാടൻ MLA ഉന്നയിച്ചിരിക്കുന്നത്. CPM സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചുള്ള വാർത്തയാണ് അടുത്തത്. CPM സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം ആയി വരികയാണ്. 15 ഇടങ്ങളിൽ ആരൊക്കെയായിരിക്കും CPMന്റെ സ്ഥാനാർത്ഥികൾ? വലിയ കൗതുകമുണ്ട് ഇക്കാര്യത്തിൽ. പക്ഷേ അത്ര വലിയ സസ്പെൻസ് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. പുതുമുഖങ്ങളെ പരീക്ഷിക്കുവാനായിട്ട് CPM അത്ര കണ്ടിത്തവണ തയ്യാറാകുന്നില്ല എന്നാണ് ഇതുവരെയുള്ള ചർച്ചകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കൊല്ലത്ത് മുകേഷും പരിഗണനയിൽ ഉണ്ട്. NK പ്രേമചന്ദ്രനെ നേരിടാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണം. കണ്ടെത്തുവാൻ പ്രയാസമാണ് CPMന്. അതിൽ മുകേഷിന്റെ പേരും ആ പട്ടികയിലുണ്ട്. ജില്ലാ കമ്മിറ്റികൾ ചേരുകയാണ്. ജില്ലാ കമ്മിറ്റികൾ ഇനി പേരുകൾ ചർച്ച ചെയ്ത് വീണ്ടും സംസ്ഥാന കമ്മിറ്റിക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ആലത്തൂരിൽ തിരിച്ചുപിടിക്കാൻ മന്ത്രി K രാധാകൃഷ്ണനെ നിയോഗിക്കും എന്ന രീതിയിലും ആ പട്ടികയിൽ ഒരു പേരുമുണ്ട്. CPM സ്ഥാനാർത്ഥികൾക്ക് രൂപമാവുന്നു. കണ്ണൂരിൽ MV ജയരാജന്റെ പേരും പരിഗണനയിലുണ്ട്. അങ്ങനെ ജില്ലാ സെക്രട്ടറി തന്നെ പോരാട്ടത്തിന് വരുമോ എന്ന കാര്യത്തിലും ഒരു ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആലപ്പുഴയിൽ ആരിഫ് തന്നെ വരാനാണ് ഇപ്പോഴത്തെ സാധ്യത. മറ്റ് സമവാക്യങ്ങൾ കൂടി അക്കാര്യത്തിൽ ചർച്ചയാകും. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെ പേരാണ്. പാലക്കാട് വിജയരാഘവനൊപ്പം ഇപ്പോൾ PM ആർഷോയുടെ ഒരു പുതുമുഖം എന്ന രീതിയിൽ PM ആർഷോയുടെ SFI സംസ്ഥാന സെക്രട്ടറിയുടെ പേരുമുണ്ട്. ആറ്റിങ്ങലിൽ V ജോയ് MLAയുടെ പേരിന് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കമുള്ളത്. എറണാകുളത്ത് ഒരു പൊതുസമ്മതനെയാണ് CPM ഇപ്പോഴും തേടുന്നത്. ചാലക്കുടിയിലും ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. ഇടുക്കിയിൽ ജോയ്സ് ജോർജിനെ വീണ്ടും മത്സരിപ്പിക്കുവാനുള്ള സാധ്യത. വടകരയിൽ KK ശൈലജയെ പരിഗണിക്കുന്നുണ്ട്. കണ്ണൂരിലും ശൈലജയുടെ പേരുണ്ട്. കോഴിക്കോടും വടകരയിലും മുൻ MLA പ്രദീപ് കുമാറിനെയും പരിഗണിക്കുന്നുണ്ട്. ജില്ലാ ചർച്ചകൾക്ക് ശേഷം വീണ്ടും സംസ്ഥാന തലത്തിലേക്ക് പേരുകൾ എത്തും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുണുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഒപ്പം ശരണ്യ സ്നേഹത്തിനുണ്ട് ആലപ്പുഴയിലും. അരുൺ, പുതിയ ഏതെങ്കിലും പേരുകൾ ഇപ്പോൾ ചർച്ചയിലേക്ക് വരുന്നുണ്ടോ? അതോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത പേരുകളെ ഉള്ളോ? ഈ കൊല്ലത്ത് മുകേഷിന് സാധ്യത കൂടുകയാണോ ചെയ്യുന്നത് ഇപ്പോൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്തെ മണ്ഡലമായ ആറ്റിങ്ങലിൽ ജില്ലാ സെക്രട്ടറി V ജോയ് തന്നെ മത്സരിക്കും. ജില്ലാ സെക്രട്ടറി ചെന്നപ്പോൾ മറ്റു പേരുകളൊന്നും നേതൃത്വത്തിന്റെ പരിഗണനയ്ക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ V ജോയ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശവും ജോയിയുടെ പേര് തന്നെയായിരുന്നു. കൊല്ലത്ത് PS സുജാത സംസ്ഥാന സെക്രട്ടറി അംഗം മത്സരിക്കുമെന്ന തരത്തിലുള്ള വിവരമുണ്ടായിരുന്നു. പക്ഷേ M മുകേഷിന്റെ പേരും സജീവമായി തന്നെ ജില്ലാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മുകേഷിനെ ഇറക്കി പ്രേമേന്ദ്രനെ മറികടക്കാനാകുമോ എന്ന ഒരു പ്രതീക്ഷയാണ് CPM അവിടെ പങ്കുവയ്ക്കുന്നത്. പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. ആലപ്പുഴയിൽ അതുപോലെ സിറ്റിംഗ് MP AM ആരിഫും മത്സരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ആലത്തൂരിൽ K രാധാകൃഷ്ണന്റെ പേര് തന്നെയാണ് ഇപ്പോഴും പരിഗണനയുള്ളത്. KK ശൈലജ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. വടകരയോ കണ്ണൂരോ ആകും. വടകരയാണ് KK ശൈലജയെ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ പേര് പരിഗണന. 3 മണ്ഡലങ്ങളിലാണ് ജില്ലാ സെക്രട്ടറിമാരുടെ പേര് പരിഗണനയിലുള്ളത്. ആറ്റിങ്ങലിന് പുറമെ കണ്ണൂരും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണന്റെ പേരാണ് ചർച്ചകളിൽ ഉള്ളത്. അവിടെ GV രാജേഷിന്റെ പേരും സജീവമായി തന്നെ പറഞ്ഞു കേൾക്കുന്നു. ചാലക്കുടിയിൽ
മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും ബി ഡി ദേവസി രണ്ടു പേരുകളും അവിടെ പരിഗണനയിലുണ്ട്. പാലക്കാട് എ വിജയരാഘവന്റെ പേര് ഉണ്ടായിരുന്നു. ഇപ്പോൾ പി എം ആർഷയുടെ പേര് കൂടി അവിടെ കേൾക്കുന്നു. എം സ്വരാജിന്റെ പേരാണ് ആദ്യം അവിടെ പരിഗണിക്കപ്പെട്ടിരുന്നത്. പക്ഷേ തൃപ്പൂണിത്തുറയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിനെതിരായ വിധി ഉണ്ടാകുമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ട്. അങ്ങനെയെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അതിൽ എം സുരാജിനെ വീണ്ടും മത്സരിപ്പിക്കാൻ CPM ആലോചിക്കുന്നു. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് അല്ലാതെ മറ്റൊരു പേര് നിലവിൽ CPM മുന്നിലില്ല. മലപ്പുറത്തെ 2 മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ എറണാകുളത്തും പൊതു സ്വതന്ത്രരെയാണ് CPM തേടുന്നത്. 21-ന് സംസ്ഥാന സമിതി യോഗം ചേരും. അതിനു മുമ്പ് ജില്ലാ കമ്മിറ്റികളും ജില്ലാ സെക്രട്ടേറിയറ്റുകളും സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്ത് അവരുടെ നിർദ്ദേശങ്ങൾ കൂടി സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിക്കും. ശരി അരുൺ, എന്തായാലും ഏകദേശം ഒരു രൂപമാവുകയാണ്. ശരണ്യ കൂടി ചേരുന്നുണ്ട്. ശരണ്യ, ഈ ആലപ്പുഴയിൽ ആരിഫിന് തന്നെ സാധ്യത, ആരിഫ് തന്നെ മത്സരിക്കട്ടെ എന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന രീതിയിലുള്ള ഒരു അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ അതൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ജി സുധാകരൻ ഇപ്പോഴും ചർച്ചയിലുണ്ടോ? പത്തനംതിട്ടയിൽ പക്ഷേ തോമസ് ഐസക് ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ ശരണ്യ. അതെ, തീർച്ചയായിട്ടും തോമസ് ഐസക് പത്തനംതിട്ടയിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് AM ആരിഫിന്റെ ഘടകം. അത് നേരത്തെ മഞ്ജു സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പരിഗണന അടക്കമുള്ള കാര്യങ്ങൾ അത് കണക്കിലെടുത്ത് തന്നെയാണ് സംസ്ഥാന നേതൃത്വം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഏറെക്കുറെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തോമസ് ഐസക്കിന്റെയും AM ആരിഫിന്റെയും ഒക്കെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഇടമായിരിക്കും. കാരണം കോൺഗ്രസ് വൃത്തങ്ങൾ ഇതിനു മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ആലപ്പുഴ അവർ വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഒരു സീറ്റാണ് എന്നുള്ളത്. കാരണം അത് ഇതിനു മുമ്പ് തന്നെ ഇടതുപക്ഷത്തിന് അത്ര അനുകൂല സാഹചര്യമുള്ള ഒരു മണ്ഡലമല്ല ആലപ്പുഴ, മറിച്ച് അത് UDF അനുകൂല മണ്ഡലങ്ങളിൽ ഒന്നാണ്. പക്ഷേ കഴിഞ്ഞ തവണ കെ സി വേണുഗോപാൽ മാറി നിന്നതാണ് അത്തരമൊരു തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് പോകാൻ കാരണമായതെന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലം നിലനിർത്തണമെന്ന ഉറച്ച ഒരു തീരുമാനം അത് UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളതാണ്. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ആവാനാണ് സാധ്യത എന്നുള്ളതും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. രാഹുലിന്റെ പേര് അടക്കം പരിഗണിക്കുന്നുണ്ട്. അതേസമയം തന്നെ കെ സി വേണുഗോപാലിനെ തന്നെ ഇറക്കി ഈ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ അവരുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതാണ്. വളരെ കാര്യത്തോടെ, വളരെ ഗൗരവത്തോടെ UDF ആലപ്പുഴ മണ്ഡലത്തെ നോക്കിക്കാണുന്നു. പ്രത്യേകിച്ച് കരിമണൽ അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യാനുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്ന വിഷയങ്ങളാണ് കരിമണലടക്കം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ UDF പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളായിട്ടില്ല. പക്ഷേ ഇടതുപക്ഷത്തിന്റെ കാര്യത്തിൽ അത് AM ആരിഫ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. തോമസ് ഐസക്കിന്റെയും ജി സുധാകരന്റെയും ഒക്കെ പേരുകൾ പരിഗണനയിലേക്ക് വന്നു. അത് ജില്ലാ നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു. 19-ന് MP ഗോവിന്ദൻ പങ്കെടുത്തുകൊണ്ട് ഇവിടെ യോഗമുണ്ട്. അതിനുശേഷമാകും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക. ശരി ശരണ്യ, എന്തായാലും ആലപ്പുഴയിൽ CPM-ന്റെ നിലവിലുള്ള MP ആയ ആരിഫിനെ തന്നെ മത്സരിപ്പിക്കാനായിരിക്കും സാധ്യത കൂടുതൽ. കോട്ടയത്ത് ആ ഒരു ആശങ്ക ഒഴിഞ്ഞിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. സൗഹൃദ മത്സരമാകില്ല കോട്ടയത്ത്. കേരള കോൺഗ്രസുകളുടെ നേർക്കുനേർ പോരാട്ടത്തിന് കോട്ടയം വേദിയാവുകയാണ്. തോമസ് ചാഴികാടനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജാണ്. ഇന്ന് PJ ജോസഫാണ്, പാർട്ടി ചെയർമാൻ PJ ജോസഫാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. PJ ജോസഫിന്റെ വാക്കുകളിലെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിൻ്റേതായിരിക്കുമെന്ന് UDF തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് ഇന്നിവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനും മുൻ MP-യുമായിരിക്കുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും കോട്ടയത്തെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ മുന്നോട്ട് പോകും. ശ്രീ ഫ്രാൻസിസ് ജോർജിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ അവസരത്തിൽ ശ്രീ ഫ്രാൻസിസ് ജോർജിന് എല്ലാ വിജയങ്ങളും നേരുന്നു. എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.
മുൻ എം പി കൂടിയായ ഫ്രാൻസിസ് ജോർജ് വീണ്ടും ഒരു മത്സരത്തിന് ഒരുങ്ങുകയാണ്. ഇത്തവണ കേരള കോൺഗ്രസ് ജോസഫ് ടിക്കറ്റിൽ മത്സരിക്കുന്നു. UDFന്റെ സ്ഥാനാർത്ഥിയായി കോട്ടയം UDFന്റെ തട്ടകം. അവിടെയാണ് ഫ്രാൻസിസ് ജോർജ് ജനവിധി തേടുന്നത്. തോമസ് ചാഴികാടൻ UDFനായി ജയിച്ച് പിന്നീട് LDFിലേക്ക് ചേക്കേറേണ്ടി വന്ന തോമസ് ചാഴികാടനാണ് ഇത്തവണ ഫ്രാൻസിസ് ജോർജുമായി ഏറ്റുമുട്ടുന്നത് കോട്ടയത്ത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ആദ്യ മണ്ഡലമായി കോട്ടയം മാറുകയാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആദ്യ മണ്ഡലമായി UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആദ്യ മണ്ഡലമായി പ്രചാരണം ആദ്യം തുടങ്ങുന്ന മണ്ഡലമായി കോട്ടയം മാറുകയാണ്. നേരത്തെ തന്നെ തോമസ് ചാഴികാടൻ പ്രചാരണം തുടങ്ങിയിരുന്നു. ഇന്ന് തന്നെ ഫ്രാൻസിസ് ജോർജ് പ്രചാരണം തുടങ്ങി. പ്രചാരണ ഗാനം പുറത്തിറക്കിക്കൊണ്ടാണ് ഫ്രാൻസിസ് ജോർജ് UDFനായി തന്റെ പ്രചാരണം തുടങ്ങിയത്. ഫ്രാൻസിസ് ജോർജുമായി ഞങ്ങളുടെ പ്രതിനിധി ജി ശ്രീജിത്ത് സംസാരിച്ചു. അതിലേക്ക്. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജ് ഒപ്പം തീരുകയാണ്. കേരള കോൺഗ്രസിനെ എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് വലിയ ദൗത്യം. പ്രത്യേകിച്ച് എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ ദൗത്യമൊന്നുമല്ല. അതൊക്കെ ഞങ്ങൾ UDF ജയിച്ചിരിക്കും. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ഇത് കേരള കോൺഗ്രസ് തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്ന ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തണമോ, മതേതരത്വം നിലനിൽക്കണമോ, ജനാധിപത്യ സ്ഥാപനങ്ങൾ ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കണമോ, മാധ്യമങ്ങൾ സ്വതന്ത്രമായി ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഈ അഴിമതി നിറഞ്ഞ ഭരണം, അതിനെതിരെയുള്ള വലിയൊരു വിധി തീർപ്പ്, അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയുക, അതിനൊന്നും മുന്നണി വിട്ടുപോയി, മുന്നണിയെ ചതിച്ചുപോയി എന്നൊക്കെയാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ തീരുമാനമെടുക്കും. മുന്നണി വിട്ടുപോയതിന് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തക്കതായിട്ടുള്ള മറുപടി കൊടുക്കും. ഐക്യ ജനാധിപത്യ മുന്നണിയെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ വിജയിപ്പിക്കും. പുറത്തുള്ള പ്രചരണം, പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അവർ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ പ്രചരണം പറയുമ്പോൾ അതിൻ്റെ തൊട്ട് വലതുവശത്തിരിക്കുന്ന ആരാണ്? ശ്രീ റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹത്തിൻ്റെ നാട് എവിടെയാണ്? അദ്ദേഹം പാല ചക്കാമ്പുഴ സ്വദേശിയാണ്. അദ്ദേഹം സ്ഥിരമായി മത്സരിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വാദഗതിക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇടുക്കിയോ എറണാകുളമോ ജില്ലകളെന്ന് പറയുന്നത് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നതാണ്. കോട്ടയമാണ് പേരന്റ് ജില്ല. മാതൃജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്. അതല്ലെങ്കിലും നമുക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പുകൾക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് മത്സരിക്കാം. അതൊക്കെ വെറും അപ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ. അവർക്ക് ഒരു വിഷയവും കാതലായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും പറയാനില്ല. അതുകൊണ്ടാണ് ഈ ചിഹ്നത്തിൻ്റെ കാര്യവും സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ, അതേക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയട്ടെ. അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കേരളത്തിൽ കഴിഞ്ഞ 2.5 വർഷക്കാലം അധികാരത്തിലിരുന്നു കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കോട്ടയത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഇപ്പോൾ ശ്രീ ജോസ് കെ മാണി ആരംഭം കുറിച്ച സയൻസ് സിറ്റി പോലും എങ്ങും എത്താതെ കിടക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഒന്നും നടന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ അങ്ങനെയുള്ള വിഷയമാണ്. പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും എന്തായാലും കോട്ടയം. തീർച്ചയായിട്ടും രാഷ്ട്രീയമാണല്ലോ, രാഷ്ട്രീയമായിട്ടുള്ള ഫൈറ്റ് വരും. അതോടൊപ്പം തന്നെ വിഷയാസ്പദമായിട്ടുള്ള ഫൈറ്റ് കൂടിയാണ്. റബ്ബറൊക്കെ വലിയ പ്രശ്നം. തീർച്ചയായിട്ടും റബ്ബർ, അതുപോലെ തന്നെ മൊത്തം കാർഷിക മേഖലയുടെ പ്രശ്നം, ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ പ്രചരണം നടത്തുക. UDFിലേക്ക് തന്നെ UDFന്റെ കോട്ട തിരിച്ചെത്തിക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായിട്ടും 100% തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു പാർട്ടി പോലെ പ്രവർത്തിച്ച് UDFന് വേണ്ടി കോട്ടയം മണ്ഡലം തിരിച്ചു പിടിച്ചു. പല സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അത് വെറും തെറ്റിദ്ധാരണ. അങ്ങനെയില്ല. ഞാൻ പറയട്ടെ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. ആ ആഗ്രഹം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ കാര്യങ്ങളൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്തു കഴിയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ആ തീരുമാനത്തിന് പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമേ അല്ല. എന്തായാലും ആശംസകൾ ഫ്രാൻസിസ് ജോർജ്. ശക്തമായ പോരാട്ടത്തിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും, കൃത്യമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പങ്കുവെക്കുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, News 18 കോട്ടയം. കേരള കോൺഗ്രസ് LDFിലേക്ക് പോയതിനു ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് ഇത് അഭിമാന പോരാട്ടമാണ്. കോട്ടയം നേടുക എന്നുള്ളത് അഭിമാന പോരാട്ടമായി കേരള കോൺഗ്രസ് എം കരുതുമ്പോൾ UDFന്റെ കോട്ട കാക്കുക എന്നുള്ള ദൗത്യമാണ് ഫ്രാൻസിസ് ജോർജിനുള്ളത്. അതുകൊണ്ട് തന്നെ കോട്ടയത്തെ മത്സരം കടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റബ്ബർ എന്ന വിഷയം ഉന്നയിക്കും എന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു കഴിഞ്ഞു. റബ്ബർ എന്ന വിഷയം LDFിൽ ഉന്നയിക്കുവാൻ കേരള കോൺഗ്രസിന് കഴിയുന്നില്ല, എമ്മിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യം ഉന്നയിക്കുവാൻ കേരള കോൺഗ്രസ് ജോസഫിനും UDFിനും മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഫ്രാൻസിസ് ജോർജ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. കോട്ടയത്തെ ഈ കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്.
UDF-ന്റെ പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ടാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെ പി ജെ ജോസഫ് പ്രഖ്യാപിച്ചത്. രാവിലെ 11 മണിക്ക് കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഫ്രാൻസിസ് ജോർജ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് പി ജെ ജോസഫ് പ്രകടിപ്പിച്ചത്. സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായിരുന്ന മറ്റ് നേതാക്കളുടെ ഒക്കെ സാന്നിധ്യത്തിലായിരുന്നു, പ്രത്യേകിച്ച് പി സി തോമസ് ഉൾപ്പെടെ സജി മഞ്ഞക്കടമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. നേരത്തെ തീരുമാനിച്ച പരിപാടി ഉള്ളതിനാൽ ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു MP ജോസഫ് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിൻ്റെതായിരിക്കുമെന്ന് UDF തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് ഇന്നിവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനും മുൻ ശ്രീ ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും കോട്ടയത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഫ്രാൻസിസ് ജോർജിന് തൊട്ടടുത്തുള്ള DCC ഓഫീസിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരണം നൽകി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നാട്ടകം സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, KC ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സ്വീകരണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. മികച്ച സ്ഥാനാർത്ഥിയാണ് ഫ്രാൻസിസ് ജോർജ് എന്ന അഭിപ്രായമാണ് നേതാക്കൾ പ്രകടിപ്പിച്ചത്. അവസരവാദികൾക്കുള്ള തിരിച്ചടിയാകും തെരഞ്ഞെടുപ്പ് എന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. എല്ലാവർക്കും മാതൃകയാക്കി എടുക്കാൻ കഴിയുന്ന സമുന്നതനായ വ്യക്തിത്വമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയൊരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്നുള്ളത് തന്നെ കോട്ടയം കൾച്ചറിന് എന്നും അത് പ്ലസ്സായി മാത്രമേ നിൽക്കൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ 2 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിച്ചാലും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയും ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണിയും കാലങ്ങൾക്ക് മുമ്പ് തന്നെ, നാളുകൾക്ക് മുമ്പ് തന്നെ തയ്യാറായി നിൽക്കുകയാണ്. ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്നു. നേരിട്ട് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും കോട്ടയത്ത് ഉണ്ടാകുക എന്നാണ് ഇതിനകം നമുക്ക് പറയാൻ കഴിയുന്ന വിവരം. എന്തായാലും NDA സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി കൂടി എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കോട്ടയത്ത് ഒരു ത്രികോണ പോരാട്ടത്തിന് വേദിയാകുന്നു. ഇതിനകം തന്നെ ഫ്രാൻസിസ് ജോർജ്, തോമസ് ചാഴിക്കാടൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങി. ഫ്രാൻസിസ് ജോർജ് ഇന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റർ പ്രകാശനവും പി ജെ ജോസഫ് നിർവഹിച്ചു. അങ്ങനെ അവരും പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. വൈകാതെ NDA സ്ഥാനാർത്ഥിയും കളത്തിലെത്തും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇങ്ങനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സമയത്ത് കോട്ടയത്തെ പ്രമുഖരായ സംസ്ഥാനതല കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കൂടി യോജിച്ചുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ ഒരു ലക്ഷ്യമുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും കോൺഗ്രസ് നേതാക്കൾക്കും അത് കേരള കോൺഗ്രസ് എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. LDFിലേക്ക് പോയ കേരള കോൺഗ്രസ് എമ്മിനെ കോട്ടയത്ത് തട്ടകത്തിൽ തോൽപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ട് കോൺഗ്രസിനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും. അതുകൊണ്ട് മത്സരം കടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെയാണ് LDFിലേക്ക് കേരള കോൺഗ്രസ് എം പോയതിനെ ഇപ്പോൾ എങ്ങനെയാണ് അണികൾ, കേരള കോൺഗ്രസിൻ്റെ അണികൾ ഇപ്പോൾ ഏത് രീതിയിലാണ് കരുതുന്നത്, ഇതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാകും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ മത്സരം. കേരള കോൺഗ്രസുകളുടെ നേർക്കുനേർ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കോട്ടയത്ത്. അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. ഗവർണർക്കെതിരെ തിരുവനന്തപുരത്ത് കരിങ്കൊടി. SFI ആണ് കരിങ്കൊടി കാണിച്ചത്. AKG സെന്ററിന് മുന്നിലാണ് ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചത്. ഗവർണർ അതിന് തൊട്ട് മുൻപാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിനെ വിമർശിച്ചത്. ഇന്നലെ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ പ്രോസ് ചാൻസലറായ R ബിന്ദു അധ്യക്ഷയായതിനെയാണ് ഗവർണർ വിമർശിച്ചത്. ഇതിന് പിന്നാലെയാണ് AKG സെന്ററിന് മുന്നിൽ ഗവർണറെ കരിങ്കൊടി കാണിച്ചത് SFI. ആ ദൃശ്യങ്ങളിലേക്ക്.
SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതേസമയത്ത് തന്നെയാണ് കേരള സർവകലാശാല സെനറ്റിൽ ഇല്ലാത്ത അധികാരമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കാണിച്ചത് എന്ന് ഗവർണർ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. പ്രോ ചാൻസലർ എന്ന രീതിയിൽ ഇങ്ങനെയൊരു ഇടപെടൽ നടത്താൻ മന്ത്രിക്ക് അധികാരമില്ല എന്നാണ് ഗവർണർ പറയുന്നത്. ഇന്നലെ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ മന്ത്രി എത്തിയിരുന്നു. മന്ത്രി അജണ്ടയിൽ നിന്നും അല്ലാത്ത കാര്യങ്ങൾ അവിടെ പ്രഖ്യാപിച്ചിരുന്നു. വൈസ് ചാൻസലറുടെ സെർച്ച് കമ്മിറ്റിയിലേക്ക്, വൈസ് ചാൻസലറെ നിശ്ചയിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ പ്രതിനിധി ഉണ്ടാവുകയില്ല ഇപ്പോൾ എന്ന കാര്യം മന്ത്രി അവിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണെന്നാണ് ഇന്ന് ഗവർണർ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വി വിനോദ് ചേരുകയാണ്. വിനോദ്, ഈ സെനറ്റിലെ ഈ പോരാട്ടത്തിൽ ഗവർണർ പിന്നോട്ടില്ല എന്ന സന്ദേശമല്ലേ നൽകുന്നത്? മന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഇന്ന് ഗവർണർ ഉന്നയിച്ചിരിക്കുകയാണല്ലോ. അതേസമയത്ത് തന്നെ SFIയും ഈ വിഷയത്തിൽ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അതാണല്ലോ ഇന്ന് AKG സെന്ററിന്റെ മുന്നിൽ കണ്ടത്. മഞ്ജുഷ്, സർക്കാർ ഗവർണർ പോര് തെല്ലും അയവില്ലാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കേരള സർവകലാശാല VC തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ ഇത്രയും രൂക്ഷമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം താൽക്കാലിക വൈസ് ചാൻസലർ ഉണ്ട്, അദ്ദേഹമാണ് ചെയർ ആകേണ്ടത് അല്ലെങ്കിൽ അധ്യക്ഷം വഹിക്കേണ്ടത്. ഈ സ്ഥാനത്തേക്കാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വരികയും അവിടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്നത്. സെലക്ട് കമ്മിറ്റിയിലേക്ക് ആളിനെ അയക്കേണ്ടതില്ല, പ്രതിനിധി അയക്കേണ്ടതില്ല എന്ന ഇടത് അംഗങ്ങളുടെ പ്രമേയം മന്ത്രി പാസാക്കുകയും ചെയ്തു. മാത്രവുമല്ല VCയെ ഇരുത്തിക്കൊണ്ട് തന്നെ യോഗം പിരിച്ചുവിടുകയും ചെയ്തു. ഇത് വലിയ വാക്കേറ്റത്തിനാണ് ഇടവരുത്തിയത്. വൈസ് ചാൻസലറും അതോടൊപ്പം തന്നെ മന്ത്രിയുമായിട്ടുള്ള പ്രോ ചാൻസലറായ മന്ത്രിയുമായി വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയിരുന്നു. ഇന്നിപ്പോൾ ഇതിന് രൂക്ഷമായ ഭാഷയിലാണ് ഗവർണർ പ്രതികരിച്ചത്. മന്ത്രിയെ നിശ്ചിതമായി വിമർശിച്ചു. സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് മന്ത്രി നടത്തിയത്. സുപ്രീം കോടതി വിധിക്ക് പുല്ലുവിലയാണ് നൽകിയത്. ഇല്ലാത്ത അധികാരം മന്ത്രി പ്രയോഗിച്ചു. മാത്രവുമല്ല SFIയെ കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചു. SFI PFI ബന്ധമാണ്, ജോയിന്റ് വെഞ്ചറാണ് സംസ്ഥാനത്തുള്ളത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരാണ് തന്നെ കരിങ്കൊടി കാണിച്ച് അറസ്റ്റിലായവരിൽ ഉൾപ്പെട്ടത്. അതായത് കൊല്ലം നിലവിൽ നടന്ന സംഭവമാണ് ഗവർണർ സൂചിപ്പിച്ചത്. അവിടെ SFIയുടെ പേര് പറഞ്ഞ് സമരം നടത്തിയത് PFIക്കാരാണെന്ന ഗുരുതരമായ ആരോപണം കൂടി ഗവർണർ മുന്നോട്ട് വെച്ച് തുടർന്ന് വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു AKG സെന്ററിന് മുന്നിൽ SFI പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചത്. 7ഓളം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മഞ്ജുഷ്, ശരി, ഗവർണർക്കെതിരെ SFI പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ്. അതേസമയത്ത് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയുള്ള പ്രതികരണവുമായി ഗവർണറും രംഗത്തെത്തിയിരിക്കുന്നത്. കേരള സർവകലാശാല സെനറ്റിൽ ഇന്നലെ നടന്ന സംഭവങ്ങൾ, നാടകീയമായ സംഭവങ്ങൾ, അത് ഗവർണർ വലിയ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ഭാഗമായാണ് മന്ത്രി ആർ ബിന്ദുവിനെ അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. ഇനി വയനാട്ടിലേക്ക് തിരികെ പോവുകയാണ്. വയനാട്ടിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ആന കുത്തി കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് മാറ്റുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസ് ഇതിൽ ശക്തമായ ഒരു ഇടപെടൽ നടത്തുന്നു. പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്. ലാത്തിചാർജ് അവിടെ കണ്ടിരുന്നു, ദൃശ്യങ്ങളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ വനം വകുപ്പിനെതിരെ വലിയ സമരം നടക്കുന്നു. വനം വകുപ്പിന്റെ വാഹനത്തിന് മുകളിൽ കയറിയിരുന്നുള്ള പ്രതിഷേധം കണ്ടിരുന്നു. റീത്ത് വെച്ചിരുന്നു, കന്നുകാലിയുടെ ജഡം കെട്ടിവെച്ചുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇതിന് സമാനമായ പ്രതിഷേധങ്ങൾ ഇപ്പോഴുമുണ്ട്. ജനങ്ങൾ ഇപ്പോഴും തെരുവിൽ തന്നെയാണ്. വയനാട്ടിൽ ഇന്ന് ഹർത്താൽ നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എന്തായി ഇപ്പോൾ വയനാട്ടിൽ? മഞ്ജുഷ്, അനുനയ ശ്രമങ്ങളൊന്നും ഇതുവരെ വിജയം കണ്ടിട്ടില്ല. പുൽപ്പള്ളിയിൽ മരിച്ച പോളിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിന് മുന്നിൽ ഇപ്പോഴും ജനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. 3 മണിക്ക് പുൽപ്പള്ളി സുറിയാനി പള്ളിയിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ആ സമയത്തൊന്നും സംസ്കാരം നടക്കില്ല. അപ്പോഴേക്കും മൃതദേഹം ഇവിടെ നിന്ന് പോലും വിട്ടു നൽകാൻ കഴിയുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നു. വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പുൽപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പോളിന്റെ മൃതദേഹം ഈ പുൽപ്പള്ളിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും അവിടെ ജനസമുദ്രമായി കഴിഞ്ഞിരുന്നു. പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ അടുത്തും ടൗണിലുമായി കേന്ദ്രീകരിച്ചായിരുന്നു ആളുകൾ നിന്ന്. 2 ഇടത്താണ് പ്രതിഷേധ മുഖങ്ങൾ അവർ തുറന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല യോഗം ചേരുകയും കളക്ടർ അടക്കമുള്ളവർ പങ്കെടുത്ത് ഈ സമരക്കാരുടെ പ്രധാന ചില ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് തീരുമാനം എടുത്തിരുന്നു. ഇതിൽ പോളിന്റെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി എന്നതുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം
തീരുമാനം അറിയിക്കാം എന്നാണ് കളക്ടർ ഉറപ്പ് നൽകിയത്. ഒപ്പം 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാം എന്നത് സംബന്ധിച്ച തത്വത്തിൽ ധാരണയായി 10 ലക്ഷം രൂപ ഉടൻ നൽകുകയും 40 ലക്ഷം രൂപയുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുകയും ചെയ്യാമെന്നാണ് അറിയിച്ചിരുന്നത്. ഒപ്പം മകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് നൽകുന്നതിനുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന തീരുമാനവും പോളിൻ്റെ കടങ്ങൾ പൂർണ്ണമായി സർക്കാർ വീട്ടുന്നതുമായി ബന്ധപ്പെട്ട ധാരണയും കൈക്കൊണ്ടിരുന്നു. പക്ഷേ ഇതൊന്നും ഈ വലിയ കലാപകാരികളായി ഇപ്പോൾ പ്രതിഷേധമുണ്ടല്ലോ. MLA-മാർ പക്ഷേ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അത് ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ MLA-മാർക്കെതിരെ പോലും പ്രതിഷേധമുണ്ട്. അതിന് കാരണം ഇപ്പോൾ പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് മാറ്റാൻ സമ്മതിക്കുകയില്ല എന്ന് നാട്ടുകാർ പറയുന്നതാണോ? സിദ്ദിഖിന്റെ പ്രതികരണം കേൾക്കാം. സിദ്ദിഖ്, MLA സിദ്ദിഖിന്റെ പ്രതികരണം. ഇവിടെയുള്ള ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഗുരുതരമായ സാഹചര്യമാണുള്ളത്. അത് ആ സാഹചര്യത്തെ പോളിന്റെ മരണത്തെ തുടർന്നുണ്ടായ സാഹചര്യം MLA-മാർക്കെതിരെ വരുത്തി തീർക്കാനുള്ള ഒരു ചെറിയ പൊളിറ്റിക്കൽ ഓപ്പറേഷൻ ഒരു ചെറിയ പൊളിറ്റിക്കൽ ഓപ്പറേഷൻ നടന്നു. ഞങ്ങൾ ആ ഓപ്പറേഷനിൽ വീണില്ല, വീഴുന്ന പ്രശ്നമില്ല. ഞങ്ങളുടെ ഏക ലക്ഷ്യം വയനാടിന്റെ ശാശ്വതമായിട്ടുള്ള പ്രശ്നപരിഹാരമാണ്. അതിന് മുഖ്യമന്ത്രി ഇവിടെ വരണം. ഈ വനം മന്ത്രിയെ ഇനി വയനാട്ടിലെ ജനം അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഈ മന്ത്രിയെ ഉൾക്കൊണ്ട് പോകാൻ ഇനി ഒരു കാരണവശാലും സാധിക്കില്ല. മന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി വയനാട്ടിലെത്തണം. വയനാടൻ ജനതയുടെ തീവ്രമായ പ്രശ്നത്തെ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം. ഇന്നുവരെ, ഈ നിമിഷം വരെ അതിനാവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കാത്ത സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമല്ല. ഇതൊരു ഗൂഢാലോചനയാണ്. വളരെ കറക്റ്റായിട്ട് ആ ബോർഡിന്റെ ആദരവോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പോസ്റ്റ്മോർട്ടം ഇന്നലെ രാത്രി നടത്തി രാവിലെ ബോഡി ഇവിടെ എത്തി. ഇത് ചില ശക്തികള് ഒരു ഗൂഢാലോചന നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ സംഘർഷം ഇവിടെ ഉണ്ടായത്. ഇത് ഗവൺമെന്റിന്റെ വീഴ്ചയാണ്. ഇവിടെ വനവകുപ്പ് മന്ത്രി വരേണ്ടതുണ്ടായിരുന്നു, അദ്ദേഹം വന്നില്ല. ജില്ലാ ഭരണകൂടം എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ കലക്ടർ ഇവിടെ വന്നില്ല, അത് വീഴ്ചയാണ്. മാത്രമല്ല, ഈ കുടുംബത്തിന് ആവശ്യമായ കോമ്പൻസേഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ഡിസിഷൻ എടുക്കുന്നത് ഗവൺമെന്റാണ്. അപ്പൊ ഗവൺമെന്റിന്റെ പ്രതികളൊന്നും ജനമത്തിന് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇത്. ഞങ്ങൾ വ്യക്തമായി മുന്നോട്ട് പോകുന്നു. MLA-മാർ അവിടെയുണ്ട്. IC ബാലകൃഷ്ണൻ, ടി സിദ്ദിഖ്. MLA-മാർക്കെതിരെയും പ്രതിഷേധമുണ്ട്. അവിടെ ചില ഗൂഢാലോചന നടന്നു എന്ന് MLA-മാർ ആരോപിക്കുന്നുണ്ട്. അവിടെ രാഷ്ട്രീയമായ ചില ഇടപെടലുകൾ ഉണ്ടായി എന്ന്, അവിടെ പ്രതിഷേധക്കാരെ വേർതിരിക്കുന്നതിനുള്ള ചില ഇടപാടുകൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും പറയുന്നത്. MLA-മാർ അവിടെ വന്നത്, അവിടെയും പ്രതിഷേധമുണ്ടാകുന്നു. വനം മന്ത്രി വയനാട്ടിലേക്ക് വരാത്തതിലും ശക്തമായ പ്രതിഷേധമുണ്ട് നാട്ടുകാർക്കും. അത് ജനപ്രതിനിധികളും പങ്കുവയ്ക്കുകയാണ്. ഇതുവരെ കഴിഞ്ഞ ദിവസം അജീഷിന്റെ മരണസമയത്തും വനമന്ത്രി വയനാട്ടിലേക്ക് എത്തിയിരുന്നില്ല. ഇപ്പോൾ പോൾ കൊല്ലപ്പെട്ടതിന് ശേഷവും വനമന്ത്രി എത്തിയിട്ടില്ല. ഇക്കാര്യത്തിലും വലിയ പ്രതിഷേധം ഉണ്ട്. ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സമരമാണ് കാണുന്നത്. ദൃശ്യങ്ങൾ കാണുന്നു. പുൽപ്പള്ളിയാണ് സമര കേന്ദ്രം. പുൽപ്പള്ളിയിലാണ് ഈ സമരം നടക്കുന്നത്. പുൽപ്പള്ളിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിൻസ് ചേരുകയാണ്. ജിൻസ്, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണിപ്പോൾ ഈ പ്രതിഷേധം നടത്തിയവർ തമ്മിലുള്ള ഒരു പ്രശ്നമാണോ MLA-മാർക്ക് ഈ രീതിയിൽ സംസാരിക്കേണ്ടി വന്നത്?
നിലവിൽ പ്രതിഷേധം തങ്ങൾക്കും ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സമരക്കാർ പ്രതിഷേധത്തിലേക്ക് അലയടിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ പുൽപ്പള്ളിയിൽ കാണുന്നത്. ജനപ്രതിനിധികൾക്കുമെതിരെ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൽപ്പറ്റ MLA ടി സിദ്ദിഖ്, അതുപോലെ തന്നെ ബത്തേരി MLA IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധക്കാരുടെ അടുത്തുണ്ടായിരുന്നു. നേരത്തെ ചർച്ച നടത്തിയപ്പോൾ പോലും ഭരണകൂടം പറയുന്നത് കേട്ട് അങ്ങനെ വന്നു. ഇതിന് കൃത്യമായുള്ള ശാശ്വത പരിഹാരത്തിനായി ഇവർ ശ്രമിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഒരു വിഭാഗം ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും കൂകി വിളിക്കുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അടക്കം ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. ആളുകളെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ നടത്തുന്നത്. ഈ പോളിന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പോലീസും ജനപ്രതിനിധികളടക്കമുള്ളവർ ചെയ്തെങ്കിൽ പോലും ആളുകൾ അത് തടയുകയും വീണ്ടും സമരത്തിലേക്ക് ഇതിന് കൃത്യമായ ശാശ്വത പരിഹാരം കാണാതെ ഈ മൃതദേഹം ഇവിടെ നിന്നും എടുക്കില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധക്കാർ നടന്നത്. ഈ ആംബുലൻസിന് മുന്നിൽ കുത്തിയിരുന്നായിരുന്നു ആളുകൾ പ്രതിഷേധിച്ചത്. ജനങ്ങളെ അനുനയിപ്പിച്ച് ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു നടന്നുവെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ MLA-മാർ ഇടപെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ സമയത്താണ് MLA-മാർക്കെതിരെ കല്ലെറിയുകയും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ IC ബാലകൃഷ്ണനും അതുപോലെ തന്നെ ടി സിദ്ദിഖ് MLA-യും ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. തങ്ങൾക്ക് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം തങ്ങൾക്ക് നേരെ ബോധപൂർവം തിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് ഇത്തരത്തിലേക്കുള്ള ഒരു തങ്ങൾക്കും ജനപ്രതിനിധികൾക്ക് അടക്കമുള്ളവർക്ക് നേരെ ഒരു ആക്രമണത്തിലേക്ക് കടക്കാൻ കാരണമായത് എന്നുള്ളതാണ് ഇപ്പോൾ MLA-മാർ പറഞ്ഞത്. വനംവകുപ്പ് മന്ത്രി ഇതുവരെ ജില്ലയിൽ എത്തിയിട്ടില്ല. മൂടക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലോ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലോ എത്തിയിട്ടില്ല. ഇതുവരെ ഇത്രയും സ്ഥിതി മോശമായിട്ട് പോലും വനംവകുപ്പ് മന്ത്രി ഇവിടെ എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയും വയനാട്ടിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ ശാശ്വത പരിഹാരമാണ് തങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. വനംവകുപ്പ് മന്ത്രി പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോഴെങ്ങനെയാണ് അവിടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുവാൻ തന്നെയല്ലേ ശ്രമിക്കുന്നത് ഇപ്പോൾ? അതെ, തീർച്ചയായും. അല്പസമയം മുൻപാണ് ഈ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായത്. 50 ലക്ഷം രൂപ ഈ പോളിന്റെ കുടുംബത്തിന് നൽകാമെന്നുള്ളതായിരുന്നു. ഇതിൽ 10 ലക്ഷം രൂപ ആദ്യ ഘട്ടത്തിലും 40 ലക്ഷം രൂപ ഈ ശുപാർശ നൽകും. അതിനുശേഷം ഈ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി നൽകും, മകളുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ചേർന്ന ഈ യോഗത്തിൽ തീരുമാനമായിരുന്നു. ഇത് ബത്തേരി MLA IC ബാലകൃഷ്ണൻ ഈ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു വിഭാഗം ഇതിനെ അനുകൂലിച്ചെങ്കിലും മറുവിഭാഗം ഇതിനെ എതിർക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം മാത്രമല്ല, ഇതിന് അടിയന്തരമായിട്ടുള്ള ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വീണ്ടും ജനങ്ങൾ ഇത്തരം പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആളുകളെ അനുനയിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മൃതദേഹം പോളിന്റെ വീട്ടിലേക്ക് നീക്കങ്ങളാണ്. ശരി ജിൻസ്, പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ. വലിയ പ്രതിഷേധം ഇപ്പോഴും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും വനം മന്ത്രി വയനാട്ടിലേക്ക് വരേണ്ടി വരും, അതല്ലെങ്കിൽ വനം മന്ത്രി രാജിവെക്കേണ്ടി വരും. വനം മന്ത്രിക്കെതിരെ ശക്തമായ സമരം സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും യൂത്ത് കോൺഗ്രസും സംഘടിപ്പിച്ചിട്ടുണ്ട്. വനം മന്ത്രി പറയുന്ന പല ന്യായീകരണങ്ങളും അത് കൃത്യമായ ന്യായീകരണങ്ങൾ അല്ല, ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോഴും വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം ഉദ്യോഗസ്ഥർ എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു, പക്ഷേ ഒന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്ന് പറയുന്നു. കേന്ദ്രത്തെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. അതല്ലാതെ കൃത്യമായിട്ട് എന്ത് പരിഹാര നിർദ്ദേശങ്ങൾ വനം മന്ത്രിക്കും സർക്കാരിനും ഉണ്ട് എന്ന ചോദ്യമാണ്. വനം മന്ത്രിയെ യൂത്ത് കോൺഗ്രസുകാർ തടയുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കോഴിക്കോട് MBR ക്യാൻസർ സെന്ററിൽ കിഡ്സ് സോണിന് തുടക്കമായി. DIG രാജ്പാൽ മീണ IPS ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ശാരീരിക മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് ഉറക്കക്കുറവ്, അസ്വസ്ഥതകൾ, നേത്രപ്രശ്നങ്ങൾ, നാഡീവ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ എന്നിവ അനുഭവിക്കുന്ന കുട്ടികൾക്കും പരിചരണം ഉണ്ടാകും. ചടങ്ങിൽ ഡോക്ടർ യാമിനി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ മുഖ്യാതിഥിയായി. ഡോക്ടർ കൃഷ്ണൻ, ഡോക്ടർ റിബിക ജോൺ, ചെയർമാൻ CN വിജയകൃഷ്ണൻ, ഡോക്ടർ NK മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു. തെക്ക കാര്യങ്ങൾ ആക്ച്വലി 2-3 ദിവസമായിട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പകൽ വാർത്തയിൽ ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5700 രൂപ, പവന് 45,600 രൂപ.
സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4735, പവന് 37,880. വെള്ളി ഗ്രാം 78, കിലോ 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുകയാണ്. ഇനി സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും. ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം SMV ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 8 പെൺകുട്ടികളാണ് പുതുതായിട്ട് ഇവരുടെ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. ആകെ 8 പേരാണുള്ളത്. നമ്മളൊരു ഫ്രീഡം പോയി. ഇതൊക്കെ ഇവിടെ പെൺകുട്ടികൾ വന്നതിൽ പ്രശ്നമുള്ള ആളുകളാണ്. പെണ്ണുങ്ങള് വന്നതോടുകൂടി കാരണം നമുക്കൊരു ഫ്രണ്ട്സ് കിട്ടിയല്ലോ, ഒരു ഗേൾ ഫ്രണ്ട്സ് ഒക്കെ കിട്ടും. വായ്പേസിടും ഇങ്ങോട്ടേക്ക് വരാൻ കാര്യം എന്താ? അത് ഗേൾസ് സ്കൂൾ കൊള്ളൂല. ഞാൻ ഒറ്റമോളാണ്. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് 42 സഹോദരന്മാരെ കിട്ടിയതാണ്. അപ്പൊ നമ്മളെ മൈൻഡ് ചെയ്യാത്തോണ്ട് നമ്മളെ മിണ്ടൂല. നമ്മളടുത്ത് ഇരിക്കാൻ പറഞ്ഞാലും അവള് ഇരിക്കൂല. ഇയാളുടെ പേരെന്താ? കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി വാക്കിൽ കല്യാണി രാഗമോ. പാഠം 4 ഇന്ന് രാത്രി 9:30. പ്രീതി